ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ശരണ്യാണ്. ഇന്നൊരു സൺഡേ വ്ലോഗാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റായിട്ടാണ് എഴുന്നേറ്റ്. ഇന്നലെ നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് വന്ന് ആകെ ക്ഷീണിച്ച് ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. കണ്ണടയ്ക്കുമ്പോഴേക്കും നല്ല തലയ്ക്ക് വേദനയും കണ്ണിന് വേദനയും അങ്ങനെയൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം നല്ല വെയിൽ കൊണ്ടിട്ടായിരുന്നു നമ്മൾ ഇന്നലെ അവിടെ ഒരു അവരുടെ ചന്തയുടെ ആ സംഭവങ്ങളൊക്കെ അവിടെയൊക്കെ പോയപ്പോഴേക്ക് ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ഇനി വന്നു കഴിഞ്ഞപ്പോഴും എനിക്കങ്ങ് തലവേദനയായിരുന്നു. വീട്ടിൽ വന്നപ്പോഴും പിന്നെ തിരിച്ചു വന്നിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവിടെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റപ്പോഴും നല്ലൊരു ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുവിധം റെഡിയായി. അങ്ങനെ ഇന്ന് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംപ്ലേറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ സിമ്പിളായിട്ടാണല്ലോ, പെട്ടെന്നാക്കി എടുക്കാൻ പറ്റും. ഇന്നലെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ബേക്കറി കയറി ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് ഓംപ്ലേറ്റൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കുറച്ച് നിറച്ച് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുഞ്ഞിനിങ്ങനെ നെള്ളിന്ന് ഉള്ളി നിറയെ ഇട്ട് കൊടുക്കണം. അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ബുൾസ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് സാൻഡ്വിച്ച് പോലെ എടുക്കാമെന്ന്. പക്ഷേ സാധനങ്ങൾ വെജിറ്റബിളൊക്കെ ഇല്ലായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് പോലെ എടുക്കാൻ അടിപൊളിയായിരിക്കും. അങ്ങനെ ഇതാ പിന്നെ ചട്ടിയൊക്കെ വെച്ചു. അതിനുശേഷം പിന്നീട് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ അതിനകത്ത് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മളിങ്ങനെ മുട്ട ഒഴിച്ചിട്ട് നിരത്തി എടുക്കുകയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ മുട്ട ഇങ്ങനെ നിരത്തി അതിനകത്ത് വെച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കും കേട്ടോ. ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മുട്ട അതിനകത്ത് ആ ബ്രെഡിനകത്ത് കയറി ഇങ്ങനെ പിടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്ക് മുട്ട വേറെ ബ്രെഡ് വേറെ അങ്ങനെ ആയി പോകത്തില്ല. അതിനുശേഷം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തെല്ലാം കൊടുത്തിട്ട് പിന്നെ ആ മുട്ട വേവുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം പിന്നെ ആ ഒരു ബ്രെഡ് ഒന്ന് മൊരിഞ്ഞ് വരുമല്ലോ, ഒരു റോസ്റ്റായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെയും ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം പിന്നീട് നമ്മളത് ആ ഒരു സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം മടക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ഓംപ്ലേറ്റ് റെഡിയായി. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾ അങ്ങനെയാണോ വലിയത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതിങ്ങനെ ഒരെണ്ണം ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഉള്ളിയൊക്കെ നിറയിട്ടെടുത്തത്. പിന്നെ എനിക്ക് അത്ര ഉള്ളിയൊന്നും ഇട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് പിന്നെ അധികം ഉള്ളിയൊന്നും ഇട്ടില്ല. എനിക്ക് പിന്നെ എന്തും പോകും. എനിക്ക് അങ്ങനെ നിർബന്ധം കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ പിന്നെ ഇതാ ബ്രെഡൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. 2-3 ബ്രെഡ് ഇങ്ങനെ എക്സ്ട്രാ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് പാല് തിളച്ച് കിട്ടിയായിരുന്നു. പിന്നെ ബൂസ്റ്റൊക്കെ ഇട്ട് എടുത്തു. കുഞ്ഞിനാണെങ്കിൽ ഇങ്ങനെ പാല് അങ്ങനെ അല്ലാതെ കുടിക്കത്തേ ഇല്ല കേട്ടോ. എന്തെങ്കിലും ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കുടിക്കത്തേ ഇല്ല. പാലിന് ചൊവയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ കുടിക്കത്തില്ല. ഒന്നി ബൂസ്റ്റോ ഹോർലിക്സോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. ഇല്ലെങ്കിൽ ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ല ഹെൽത്തിന് നല്ലതാണ്, നമ്മൾ പാലിൽ മഞ്ഞപ്പൊടി ഇട്ട് കഴിക്കുന്നത്. പക്ഷേ കുഞ്ഞിന് അത് അത്ര അങ്ങോട്ട് പോരാ. എന്നാലും പിന്നെ കുഴപ്പമില്ല, കഴിക്കും. അങ്ങനെ ഒരാളാട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതാ ഫുഡൊക്കെ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിച്ചു. ഒരുപാട് ലേറ്റായി. ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ നമ്മൾ ഫുഡെല്ലാം ആക്കി വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അങ്ങനെ ലേറ്റായിട്ടാണ് നമ്മളിന്ന് ഫുഡ് കഴിച്ചു തന്നെ. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകി പറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി പറക്കി അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കുമായിരുന്നു. പിന്നീട് ഒരു കാര്യം, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന സൗമ്യ ശരത്തിൻ്റെ മകളായ കാത്തൂനാട്ടോ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നത് തന്നെ. അപ്പോൾ കാത്തുമോക്ക് നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോള്. ഒരുപാട് വർഷം ഇങ്ങനെ സന്തോഷവും സമാധാനവും ഒക്കെ നൽകി ദൈവം ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളോട് ഹായ് പറയാനും കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരുടെ പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ പറയാം. ജാസ്മിൻ, ബൈന, ജസിൻ റിബിൻ, ശിവപ്രിയ, വിനീത്, നിതീഷ വടക്കേതിൽ, നിമ്മി അനീഷ് മക്കളായ ആരോൺ, അയോന, ആര്യ ശ്യാം മകളായ അനാമിക, ലാലി മക്കളായ അമ്പാടി, അപ്പു, കുഞ്ഞു, സ്മൃതി ഗിരീഷിൻ്റെ മക്കളായ നീരജ്, നില എന്നിവരായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു ഹായ് ഉണ്ട്. പിന്നെ ആ കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും എൻ്റെ ചക്കര ഉമ്മയുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്താ അടുക്കളയിൽ ജോലികളെല്ലാം കഴിഞ്ഞു. തൂക്കുകയും തുടക്കുകയും എല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ട് വന്നു. പിന്നെ എന്താ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരുമായിരുന്നു. ആകെ പൊടിയേറി ഇങ്ങനെ കിടക്കുക കേട്ടോ. നല്ല കാറ്റായതുകൊണ്ട് പൊടിയും പിന്നെ ഓരോ കരിയിലയും കവറുകളും ഒക്കെ ഇങ്ങനെ പറന്ന് വന്നിട്ട് ആ ഒരു പോർച്ചിലൊക്കെ കിടക്കും. അങ്ങനെ പിന്നെ എന്താ അവിടെ കുറച്ച് പോച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നുള്ളി പറിച്ചൊക്കെ കളഞ്ഞു. അതെല്ലാം ഒന്ന് തൂത്തൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളമൊക്കെ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്തു. ആകെ ഒരുമാതിരി ഇരിക്കുമായിരുന്നു കേട്ടോ. നല്ല വെയിലല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വെള്ളം ഒഴിച്ചാലും അങ്ങ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങ് വാടി അങ്ങ് പോകും കേട്ടോ. അത്രയ്ക്ക് ചൂടല്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് പിന്നെ അമ്പലത്തിൽ അരി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോടൊക്കെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ട് പിന്നെ എല്ലായിടം ഒന്ന് തുടച്ചൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ ആകെ പൊടിയായി അകത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെ എല്ലായിടം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ക്ലീനിങ് ഡേ എന്ന് വേണം പറയാൻ. അങ്ങനെ മൊത്തത്തിൽ ഒന്ന്
തുടച്ചെല്ലാം ഒന്ന് വൃത്തിയാക്കി. അങ്ങനെ അവിടേക്കും പുറത്തും സിറ്റ് ഔട്ടായാലും അകത്തായാലും ഇന്ന് മൊത്തത്തിൽ അങ്ങ് തുടച്ചെല്ലാം അങ്ങ് വൃത്തിയാക്കി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം നമ്മളിപ്പം ഒരു സിറ്റ് ഔട്ടും ഹോളും അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഞാൻ അടുക്കളയും പിന്നെ ആ ഒരു ഹോളൊക്കെ തുടക്കത്തുള്ളൂ. ഇന്ന് എല്ലായിടവും അങ്ങ് ഒരുമിച്ച് അങ്ങ് തുടച്ച് വൃത്തിയാക്കുമായിരുന്നു. ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വയ്യാതെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഇവിടെ വെച്ചതേ ഇല്ല. അപ്പം കുഞ്ഞൻ പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അവിടെ കിടക്കുമായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ ചാടി എഴുന്നേറ്റ് ഒന്ന് വൃത്തിയാക്കാം. കാരണം ആകെ ഒരുമാതിരിയും കിടക്കുക ഒന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. ഒരു പൊടിയൊക്കെ കയറി അഴുക്കൊക്കെ കയറി ഇങ്ങനെ കിടന്നുകൊണ്ട് പിന്നെ ഞാൻ വെച്ചങ്ങ് വൃത്തിയാക്കാം. അപ്പം വൃത്തിയാക്കുന്നതിൻ്റെ ഒരു മൂഡ് വന്നതുകൊണ്ട് പിന്നെ ഫുൾ അങ്ങ് വൃത്തിയാക്കലാണ്. ഇനിയും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയി കിടക്കാം. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ കവറൊക്കെ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇതൊന്ന് അടുക്കി പറക്കി വെക്കണമെന്ന്. നമുക്കിത് പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോകാൻ ആൾ വരുമ്പോൾ അവർക്ക് കൊടുത്ത് വിടുകയാണ്. അപ്പോൾ കുറേ പേര് എന്നോട് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പിന്നെ പാലിൻ്റെ കവർ എന്തിനാണ് കഴുകി വെക്കുന്നത്. ഇങ്ങനെ നമ്മൾ കഴുകി ഉണക്കി വെക്കുവാണെങ്കിൽ സ്മെല്ലുണ്ടാവത്തില്ല. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ഇതുകൂടെ എടുത്ത് ഇങ്ങനെ കവറിനകത്താക്കി വെക്കും. അപ്പോൾ അവർ വന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. മാസം തോറുമൊക്കെ വരും. ചിലപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു 1-2 മാസം കൂടുമ്പോഴേക്കാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ പിന്നെ ഉള്ളതെല്ലാം ഇങ്ങനെ നുള്ളിപ്പറക്കി ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. അതാകുമ്പോഴത്തേക്ക് അവർക്കും കൊണ്ടുപോകാനും എളുപ്പമാണ്, നമുക്ക് ഇവിടെ സൂക്ഷിച്ച് വെക്കാനും എളുപ്പമാണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ എല്ലാം ഒന്ന് അടുക്കി പറക്കിയൊക്കെ ഒന്ന് വെക്കുകയാണ്. അവിടെ ഒരുപാട് ഇങ്ങനെ നമ്മളിങ്ങനെ മേളി വെക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. ഇങ്ങനെ ഒരു കുഞ്ഞു കവറിനകത്താക്കിയിട്ട് ഇങ്ങനെ ഇടിച്ചിറക്കി അതൊന്ന് കെട്ടി വെക്കുവാണെങ്കിൽ അത് കുറച്ചേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാടുള്ളതുപോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ അവിടേക്കൊന്ന് വൃത്തിയാക്കി എന്നിട്ട് ആ ഒരു മൂലയ്ക്കോട്ട് തന്നെ ഇതെല്ലാം ഒന്ന് കെട്ടി ഒന്ന് എടുത്തൊന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഇങ്ങനെ ഓരോ കവറിനകത്താക്കി കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ താത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവർ വരുമ്പോഴത്തേക്ക് എടുത്ത് കൊടുത്താൽ മതി നമ്മൾ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉള്ളിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ഇത് ഞാനൊരു ബോക്സ് എടുത്ത് വെച്ചേക്കാണ്. എനിക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് സാധനങ്ങളായാലും ഞാൻ കളയത്തില്ല കേട്ടോ. പിന്നീട് എന്തെങ്കിലും ആവശ്യം വരും എന്നും പറഞ്ഞിട്ട് എടുത്ത് വെക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ഉള്ളി അന്ന് മേടിച്ചിട്ട് വന്നെയായിരുന്നു കേട്ടോ. കരുനാഗപ്പള്ളി പോയപ്പോഴത്തേക്ക് ചെറുതൊക്കെ കിടന്ന് അഴുകി ഒരു സ്മെല്ല് പോലെ വരുന്നു. അന്നേരം പിന്നെ ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്തൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി പിന്നെ എടുത്ത് കളഞ്ഞിട്ട് ആ മുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അന്നോട്ട് ഞാൻ ഈ മുറത്തിനകത്ത് തന്നെ ഇങ്ങനെ വെച്ചേക്കാണ്, ഇങ്ങനെ കാറ്റൊക്കെ കയറി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇത് കുഞ്ഞുള്ളി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ മേളിലോട്ട് പിന്നെ ഇതും കൊണ്ട് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ വെച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് വെളിയിൽ നിന്നായിരുന്നു മേടിച്ചിട്ട്. അങ്ങനെ ഫുഡ് വന്നു, ബിരിയാണി ആയിട്ടോ മേടിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ ഒരെണ്ണം മതി, കാരണം അതൊക്കെ തന്നെ ധാരാളമാണ്. ഒരെണ്ണം അങ്ങനെ ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞനായാലും അതേപോലെ എനിക്കായാലും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ട് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. ഒരു പാത്രത്തിലായതുകൊണ്ടാണ് മിക്കവർക്കും ഡൗട്ട്. ഇങ്ങനെ എൻ്റെ അടുത്ത് മിക്കപ്പോഴും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇത്രയും കൂടെ എങ്ങനെ കഴിക്കാൻ സാധിക്കുന്നു, അതെന്താ ഇത്രയും കൂടെ കഴിക്കാൻ സാധിക്കാതെ. ഞങ്ങൾ രണ്ടുപേരും മേടിക്കുന്ന ഇതേപോലെയാണ്. ഒരെണ്ണം വാങ്ങും. ഇപ്പം നമുക്ക് അതാകുമ്പോൾ പല വെറൈറ്റീസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഒരെണ്ണം വാങ്ങും. അപ്പോൾ ഒരെണ്ണം വാങ്ങിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടും കൂടെ ഷെയർ ഇട്ട് കഴിക്കുമ്പോൾ അതിനകത്തുനിന്ന് പകുതിയല്ലേ നമ്മൾ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അധികം കഴിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ നമ്മൾ 1-2 സാധനങ്ങൾ വാങ്ങിക്കും. അത് ഇങ്ങനെ ഷെയർ ഇട്ടാണ് കഴിക്കുന്നത്, അല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കഴിക്കത്തില്ല. കാണുമ്പോൾ കുറച്ച് ഒരുപാട് സാധനങ്ങൾ ഉള്ളതുപോലെ തോന്നും എന്ന് മാത്രം. പിന്നെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൻ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കൊണ്ട് ഫോൺ കൊടുത്തതാണ്. അതവിടെ വെച്ചിട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു. അതിൻ്റെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അത് പിന്നെ എടുത്ത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് നേരം ഇട്ട് വെക്കും കേട്ടോ. കഴുകി വാരി അതിനകത്ത് ഇട്ട് വെക്കും. അപ്പോൾ അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചത്തു പോകുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വിഷമാണ്, മേടിക്കാതിരിക്കാനും പറ്റത്തില്ല. നമ്മൾ കൃഷി നടത്തുന്നതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ മേടിച്ച് പോവുകയും ചെയ്യും. അപ്പം പിന്നെ ഇങ്ങനെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ കെമിക്കലൊക്കെ അടിച്ചിട്ടല്ലേ നമുക്കിപ്പം ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾ ആയാലും എല്ലാം വരുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം ഉപ്പും മഞ്ഞപ്പൊടിക്കകത്തൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. ഞാനിപ്പം ഇതായതുകൊണ്ട് ഉപ്പിനകത്ത് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അതിനകത്താക്കി മുക്കി വെച്ചു. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴുകി വാരി എടുത്താൽ മതി. അങ്ങനെ പിന്നെ ഒരു ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. കുഞ്ഞൻ്റെ ബാഗായിരുന്നു, നിറയെ ഇങ്ങനെ അഴുക്കൊക്കെ കയറി കുറേ ദിവസം കൊണ്ട് കഴിയണമെന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ വിചാരിച്ച് ഇന്നങ്ങ് എടുത്ത് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ടാണ് കഴുകിയിട്ട് ഉണങ്ങുമോ എന്തോ. ഉണങ്ങിയില്ലെങ്കിൽ നാളെ ആ മനുഷ്യൻ എന്നെ മിക്കവാറും വല്ലതുമൊക്കെ പറയും. അങ്ങനെ പിന്നെ ഞാൻ ബാഗ് മാത്രം ഒന്ന് കഴുകിയിട്ടു. എൻ്റെ പൊന്നി നല്ല പാടായിട്ടോ ശരിക്കും പറഞ്ഞാൽ. എനിക്കിങ്ങനെ കുനിഞ്ഞിങ്ങനെ കഴുകാൻ പറ്റത്തില്ലല്ലോ, ബാക്ക് പെയിൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തെന്നാലും എന്നിട്ട് അവിടെ കൊണ്ടുപോയി വിരിച്ചിടുകയാണ്. വെയിലൊന്നും ഇല്ല, എന്നാലും കാറ്റടി ഉണ്ടെങ്കിലും ഒന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. പിന്നീടുള്ള ബാക്കിയുള്ള തുണികളൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴുകിയില്ല കേട്ടോ.
ഒന്ന് മുക്കി വെച്ചതേ ഉള്ളൂ. പിന്നെ കുറച്ച് ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചേ ഉള്ളൂ, സോപ്പ് പൊടിയിലൊന്നും മുക്കിയില്ലായിരുന്നു. പിന്നെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ബാക്കിയുള്ള തുണികളും കൂടെ എടുത്ത് ഒന്ന് സോപ്പ് പൊടിക്കകത്ത് മുക്കി വെച്ച്, പിന്നെ നമുക്കൊന്നും വലിയ പാടില്ലല്ലോ, ഒന്നും വലിയ പാടില്ലാതെ അങ്ങ് കഴുകി ഇടാൻ പറ്റും സോപ്പ് പൊടിയിൽ മുക്കി വെക്കുകയാണെങ്കിൽ. അതിനുശേഷം പിന്നീട് ഞാൻ അങ്ങ് അകത്തേറിപ്പോയി. പിന്നീട് വന്നിട്ട് കഴുകാമെന്ന് വെച്ചു. ബാഗ് കഴിയുമ്പം തന്നെ എനിക്കങ്ങ് നന്നായിട്ട് ക്ഷീണം വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങ് എനിക്കിങ്ങനെ കുനിഞ്ഞിരിക്കാൻ വയ്യ. അതും നമുക്കിപ്പം പീരീഡ്സിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയതുകൊണ്ട് എനിക്ക് ബാക്ക് പെയിൻ കൂടുതലാണ്. അന്നേരം പിന്നെ ഇത്രയും ജോലി ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ശരിക്കും അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ ഫുള്ള് കിടപ്പാണ്. ഇന്ന് പിന്നെ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടിയപ്പോൾ എഴുന്നേറ്റ് വന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം മുക്കി വെച്ചിട്ട് പിന്നീട് പോയിട്ട് പിന്നെ അവിടെ ചെന്നിരുന്നു. ഞാനും കുഞ്ഞിനും കുറേ നേരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്തിരിങ്ങ കഴുകിയെടുത്തു. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ അന്ന് അവിടെ ചെന്നിരുന്നിട്ട് ഞാനാണ് പിന്നീട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. എന്നിട്ട് കുഞ്ഞിനാണെങ്കിൽ ഈ ചുണ്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്ന കാരണം ഭയങ്കര വേദന. അങ്ങനെ അവിടെ ഇങ്ങനെ ചുണ്ടിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത്രയ്ക്ക് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല വേദനയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര വേദനയാണെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ വന്നു കാറ് കഴുകാൻ വേണ്ടിയിട്ടാട്ടോ. കാറിൽ നല്ലപോലെ അഴുക്കും പൊടിയായിട്ട് ഇങ്ങനെ കയറി കിടക്കണം. റോഡ് സൈഡിലല്ലേ കൊണ്ടിടുന്നത്. അങ്ങനെ പിന്നെ അതൊന്ന് കഴുകിയേക്കാന്ന് ചോദിച്ചു. ഞായറാഴ്ച ഓറ് ഞങ്ങൾ കഴുകാറുണ്ട്. പിന്നെ ഇന്ന് കുഞ്ഞൻ വന്നില്ല, അല്ലാത്തപ്പം കുഞ്ഞിനും കൂടെ വരും കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെയൊക്കെയാണ് കഴിയുന്നത്. കുഞ്ഞിന് ഇപ്പം കാലിന് ഒരു ബുദ്ധിമുട്ടും ബാക്ക് പെയിനും ഒക്കെ ഇങ്ങനെയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് പിന്നെ കുഞ്ഞൻ വന്നില്ല. പിന്നെ ഞാൻ തന്നെ ഒന്ന് ഓട്ടിച്ചൊന്ന് കഴുകിയതേ ഉള്ളൂ. ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ച് ഇങ്ങനെ നിന്നില്ല. ഒന്ന് ഓട്ടിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകി വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ചെടിക്കെല്ലാം ആ ഒരു ഓസ് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ നേരം പിടിച്ച് കൊണ്ടുവന്ന് ഒഴിക്കേണ്ടല്ലോ. രാവിലെ ഒഴിച്ചാണ്, എന്നാലും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോഴത്തേക്ക് സംഗി വിളിച്ചായിരുന്നു. അങ്ങനെ സംഗിയും ശാലിമോളും കൂടെ വിളിച്ച് അങ്ങനെ കോൺഫറൻസ് കോൾ ഇട്ട് സംസാരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അവളുമാർ രണ്ടുപേരോടും കൂടെ ഞാൻ സംസാരിച്ചുകൊണ്ടാണ് എല്ലാ കാര്യവും പിന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഇതാ അവിടേക്ക് കഴുകി. അതിന് കഴിഞ്ഞ് നേരെ പിന്നീട് വന്നിട്ട് തുണി ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ കഴുകിയിടാമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നല്ല ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇരുട്ടത്ത് അവിടെ നിന്ന് കഴുകേണ്ടി വരും. അങ്ങനെ പിന്നെ ഇതാ തുണിയൊക്കെ കഴുകി ഒന്ന് വിരിച്ചൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് നേരെ വന്ന് ചായ ഇട്ടു. നല്ല തലവേദന. ഇന്നലെ പോയതിൻ്റെ ക്ഷീണം ഇതാ ഇതുവരെ മാറിയില്ല. എവിടെയെങ്കിലും പോയാൽ എനിക്ക് ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ക്ഷീണം വന്നിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. 2-3 ദിവസം ഇങ്ങനെ കാണും ആ ഒരു ക്ഷീണം. പിന്നെ വെയിലൊക്കെ കൊണ്ടാൽ പിന്നെ പറയും വേണ്ട. ഇന്നലെ നല്ലപോലെ വെയിലും ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ലപോലെ ക്ഷീണവും ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചായ ഇട്ടു. കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ രാവിലത്തെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബ്രെഡും ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുമായിരുന്നു. ബ്രെഡ് ഇങ്ങനെ ചായയിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ നമ്മൾ പനിയൊക്കെ വരുമ്പോഴായിരുന്നു ബ്രെഡ് മേടിക്കുന്നത്, ഇപ്പോൾ സ്ഥിരമായി. അങ്ങനെ അത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുഞ്ഞിനോട്. അങ്ങനെ ഞങ്ങൾ പിന്നെ സംസാരിച്ചൊക്കെ കുറേ നേരം ഇരുന്നു. അങ്ങനെ പിന്നെ ഇരുന്ന് കഴിച്ചു. പിന്നെ രാത്രിയിലത്തേന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പം നമ്മുടെ ഈവനിങ് വെച്ചിട്ട് ഞങ്ങൾ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്ക് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.